ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. മാഷീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചിക്കൻ ഫ്രൈ റൈസും അതിനോടൊപ്പം കൂട്ടാൻ ഡ്രാഗൺ ചിക്കൻ എന്നും ചില്ലി ചിക്കൻ എന്നും പറയാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ വിഭവവുമാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത്. അത് ഓരോന്നും എടുക്കുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി പറഞ്ഞുതരാം. ഇവിടെ ഞാൻ 2 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്ത് നന്നായി കഴുകി അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്കിത് വേവിച്ച് വറ്റിച്ചെടുക്കാം. 2 ഗ്ലാസ് അരിക്ക് 3.25 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇത് വേവുന്ന സമയത്തിന് നമുക്ക് ചില്ലി ആൻഡ് ഡ്രാഗൺ ചിക്കൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണാം. ഞാനിവിടെ 1 കിലോയുടെ ഒരു ചിക്കൻ എടുത്തിട്ട് ഇതിൽ നിന്നും 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ഫ്രൈ റൈസിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ചിക്കൻ എല്ലോട് കൂടി തന്നെയാണ് എടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊന്നും വേസ്റ്റ് ആകില്ല. സാധാരണ ഡ്രാഗൺ ചിക്കന് ബോൺലെസ് ചിക്കൻ നീളത്തിൽ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഇതിൻ്റെ ബോണും കൂടി എടുക്കുന്നുണ്ട്. ഈ ചിക്കനിൽ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്തിരി കൂടുതൽ ഉണ്ടാക്കി വെക്കണം. ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി കുറച്ചും വെളുത്തുള്ളി കൂടുതലും ആണ് എടുക്കേണ്ടത്. ഈ പേസ്റ്റിൽ നിന്നും 1 ടീസ്പൂൺ ഈ ചിക്കനിൽ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ഗോതമ്പ് മാവ് ചേർക്കാം. ഗോതമ്പ് മാവിന് പകരം കോൺഫ്ലവറും ചേർക്കാം. പക്ഷേ എനിക്ക് ടേസ്റ്റ് കൂടുതൽ തോന്നിച്ചത് ഗോതമ്പ് മാവ് ചേർത്തപ്പോഴാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. സാധാരണ മുളക് പൊടിയും ചേർക്കാം, പക്ഷേ എരിവ് കൂടുതലായിരിക്കും. എല്ലാം കൂടി ചേർത്ത് ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചോറ് റെഡിയായോ എന്ന് നോക്കാം. ചോറ് പാകത്തിന് കുക്കായിട്ടുണ്ട്. ഇത് നമുക്ക് ഇറക്കി വെച്ചിട്ട് ഇതിൽ ഒരു പാൻ വെക്കാം. ഈ പാനിൽ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടാകുമ്പോൾ ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ 2 തവണയായിട്ടാണ് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ആദ്യം കുറച്ച് ചിക്കൻ ഇട്ടിട്ടുണ്ട്. ഇതൊരു ഭാഗം കുക്കായി കഴിയുമ്പോൾ മറിച്ചിട്ട് അടുത്ത ഭാഗവും കൂടി ഫ്രൈ ആയിട്ട് മൊരിച്ച് കോരിയെടുക്കാം. അങ്ങനെ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി ഈ ഓയിലിൽ തന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലേക്ക് ഒരു സവാളയും ക്യാപ്സിക്കവും കുറച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ ചില്ലി ചിക്കനിലൊക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു പാകമാണ് വേണ്ടത്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതൊരു 1/4 ഭാഗം വാടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം. ആദ്യം ഞാൻ ചേർക്കുന്നത് ചില്ലി ആൻഡ് ടൊമാറ്റോ പേസ്റ്റ് ആണ്. അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് മാത്രം ചേർത്താൽ മതി. 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യാം. ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 3 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ ചില്ലി ആൻഡ് ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ സ്പ്രിംഗ് ഒണിയൻ വിതറി ഗാർണിഷ് ചെയ്യാം. ഇനി നമുക്ക് ഫ്രൈ റൈസ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ചടിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് വലിയ പീസാക്കി സ്പൂൺ കൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ട് ചിക്കി തോർത്തി എടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ എടുക്കണം. ഇത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് 1/4 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഗാർലിക്കിൻ്റെ മണം നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഗാർലിക്ക് ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത ബോൺലെസ് ചിക്കൻ ആഡ് ചെയ്യാം. ഇതിൽ കുറച്ച് ചിക്കൻ സ്റ്റോക്ക് ചേർക്കാം. 1 ക്യൂബിൻ്റെ 1/4 ഭാഗം ചേർത്താൽ മതി. സ്റ്റോക്കിൽ ഉപ്പുള്ളത് കൊണ്ട് വേറെ ഉപ്പ് ചേർക്കേണ്ട. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് ബീൻസും ക്യാപ്സിക്കവും ക്യാരറ്റും അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ആദ്യം ക്യാപ്സിക്കവും ബീൻസും കട്ട് ചെയ്തത് ചേർക്കാം. 1 മിനിറ്റ് ഒന്ന് കുക്കായതിന് ശേഷം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർക്കാം. ഇതെല്ലാം കൂടി 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച റൈസ് ചേർക്കാം. ചിക്കൻ സ്റ്റോക്കിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. 1 ക്യൂബിൻ്റെ ഹാഫ്. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർക്കാം. ഇനി നമ്മൾ ചിക്കി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ സോയ സോസാണ്. ഇതും കൂടി ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിൻ്റെ മുകളിൽ സ്പ്രിംഗ് ഒണിയൻ വിതറിയിട്ട് ചൂടോടെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ ഫ്രൈ റൈസും ചില്ലി ആൻഡ് ഡ്രാഗൺ ചിക്കനും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.